അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് അക്രൈസ്തവരോടും കൂടിയുള്ളതാണെങ്കിലും പ്രധാനമായിട്ടും ഈ ദൈവിക സന്ദേശം റോമാ സഭയുടെ അധിപനായ മാർപ്പാപ്പായുടെ കീഴിലുള്ള, അതായത് മാർപ്പാപ്പായുടെ ഭരണത്തിന് കീഴിലുള്ള മതവിഭാഗങ്ങളോടാണ്, മതനേതൃത്വത്തോടാണ്, ആ മതവിശ്വാസികളോടാണ്. നിങ്ങൾ റോമാലേഖനം 7-ാം അധ്യായവും 8-ാം അധ്യായവും വായിക്കുക. ഈ റോമാലേഖനം 7-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലെയും ദൈവിക സന്ദേശമെന്നുള്ളത് 7-ാം അധ്യായത്തിൽ പറയുന്നത് ജാതി, അതായത് ജഡസ്വഭാവമുള്ളവരെക്കുറിച്ചാണ്. 7-ാം അധ്യായത്തിൽ പറയുന്നത് ജഡസ്വഭാവമുള്ളവരെക്കുറിച്ചും 8-ാം അധ്യായത്തിൽ ആത്മസ്വഭാവമുള്ളവരെക്കുറിച്ചുമാണ്. അതായത് 7-ാം അധ്യായത്തിലുള്ളവർ ഒരിക്കലും ദൈവത്തിൻ്റെ മക്കളല്ല. അവർ ദൈവസഭയിൽ അംഗമല്ല, അവർ ദൈവരാജ്യത്തിൽ അംഗമല്ല, അവർ നിത്യജീവന് അവകാശികളും ഓഹരിക്കാരുമല്ല എന്നതാണ് അതിൽ പറയുന്നത്. കാര്യം അവിടെ സ്വയം നീതിയാണ്. ഞാനെന്ന് പറയുന്ന ആ ഒരു ലൂസിഫറിൻ്റെ, അഥവാ സാത്താൻ്റെ സ്വഭാവമാണ് അവിടെ കാണിക്കുന്നത്. ഞാനെന്ന വാക്ക് അതായത് ഈഗോയാണ് അവിടെ. അപ്പോൾ ഈഗോയുള്ളവർക്കും നിഗളമുള്ളവർക്കും ഉന്നതഭാവമുള്ളവർക്കും ഞാനെന്ന ഭാവമുള്ളവർക്കും ഒന്നും ദൈവരാജ്യത്തിൽ, അത് ജഡത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ദൈവരാജ്യത്തിനെ അവകാശമാക്കുവാനോ ദൈവമക്കളായി തീരുവാനോ നിത്യതയ്ക്ക് അവകാശികളും ഓഹരിക്കാരുമായി തീരുവാനോ കഴിയത്തില്ല. ഇനി 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് ആത്മസ്വഭാവമുള്ളവരുടെ മനോഭാവമാണ്, ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 7-ാം അധ്യായവും 8-ാം അധ്യായവും മാർപ്പാപ്പായുടെ ഭരണത്തിന് കീഴെയുള്ള മുഴുവൻ സഭാ നേതൃത്വങ്ങളും സഭാവിശ്വാസികളും വായിക്കുക, നന്നായിട്ട് വായിക്കുക. എന്നിട്ട് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക. ഞങ്ങൾ ഈ 7-ാം അധ്യായത്തിൽപ്പെട്ട ആൾക്കാരുടെ ഗണത്തിലാണോ അതോ 8-ാം അധ്യായത്തിൽപ്പെട്ട ആൾക്കാരുടെ ഗണത്തിലാണോ, മനുഷ്യരുടെ ഗണത്തിലാണോ നാം എന്ന് നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കുക. ഇനി 7-ാം അധ്യായത്തിൽ ഒന്നുകൂടി ഞാൻ തുറന്നു പറയുകയാണ്, 7-ാം അധ്യായത്തിൽപ്പെട്ട ഗണത്തിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ നിത്യതയ്ക്ക്, അതായത് നിങ്ങളുടെ മരണശേഷം സ്വർഗത്തിൽ കടക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. ഇനി 8-ാം അധ്യായത്തിൽ ഉള്ള ആ സ്വഭാവത്തിനുടമകളാണെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ദൈവരാജ്യം അവകാശമുണ്ട്, നിത്യത നിങ്ങൾക്ക് അവകാശപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളും നിങ്ങൾ ഈ ഭൂമിയിലും സ്വർഗത്തിലും ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്നിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉറപ്പിക്കുവാനായിട്ട് കഴിയും. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്ന വേദവചനങ്ങളാണ് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. കൃത്യമായിട്ട് ആ വചനങ്ങളെ നിങ്ങൾ യഥാർത്ഥമായിട്ടൊന്ന് വായിച്ച് ധ്യാനിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. 7-ാം അധ്യായം ജഡസ്വഭാവമുള്ള മനുഷ്യരും 8-ാം അധ്യായം ആത്മസ്വഭാവമുള്ള മനുഷ്യരെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും അത് വായിക്കുക. ഇതിനെക്കുറിച്ചുള്ള തുടർ ചിന്തകളും തുടർ ധ്യാനങ്ങളും ദൈവിക സന്ദേശങ്ങളും കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ തുടർന്നായിട്ടുണ്ടാകും. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് 8-ാം അധ്യായത്തിൽ പറയുന്ന, നിങ്ങളെല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും 8-ാം അധ്യായത്തിൽ പറയുന്ന സ്വഭാവമുള്ള ദൈവമക്കളും ദൈവരാജ്യത്തിന് അവകാശികളും നിത്യജീവൻ അവകാശികളുമായി തീരുവാൻ നിങ്ങളുടെ വായനയിലും ധ്യാനത്തിലും സഹായിക്കട്ടെ. തുടർന്ന് തന്നെ ഈ വീഡിയോകൾ ഫോളോ ചെയ്യുക. ഗുഡ് ന്യൂസ് ഫോർ ഹെവൻ എന്ന യൂട്യൂബ് ചാനൽ, അത് ആ ചാനലിലൂടെയാണ് ഈ ദൈവിക സന്ദേശങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത്. നിങ്ങൾ ആ ചാനൽ നിത്യം ഫോളോ അപ്പ് ചെയ്യുക. താല്പര്യമുള്ളവർ അത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് സുവിശേഷത്തിൽ പങ്കാളിയാകുവാൻ, ലോക സുവിശേഷീകരണത്തിന് പങ്കാളികളായി തീരുവാനായിട്ട് ഇതൊക്കെ ഇടയായിത്തീരും. അതിന് സ്വർഗത്തിൽ വളരെയേറെ പ്രതിഫലമുള്ള കാര്യമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്. അതായത് സുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം എന്നാണ് പറയുന്നത്. അതുപോലെ സുവിശേഷം അറിയിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിരവധിയായ പ്രതിഫലങ്ങളുണ്ട്. സ്വർഗീയ സന്ദേശം അറിയിക്കുകയും അതിനെ അറിയിക്കുന്നതിന് വേണ്ടി സഹായിക്കുകയും ഹെൽപ്പുകയും ചെയ്യുന്നവർക്ക് ധാരാളം സമ്മാനങ്ങൾ സ്വർഗത്തിലുണ്ട്. അപ്പോൾ ആ സമ്മാനങ്ങൾക്കും ആ കിരീടങ്ങൾക്കും നിങ്ങൾ യോഗ്യരായി തീരുവാനാണ് ഞാനിത് പറഞ്ഞത്. ഇതിൽ മറ്റ് യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങളുമില്ല. നിങ്ങൾക്ക്
സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്നതിന് വേണ്ടി ധാരാളമായി, ഒട്ടുമല്ല ധാരാളമായ പ്രതിഫലം. കാര്യം ഒരു ആത്മാവിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഈ മുഴു ലോകത്തിനേക്കാളും വിലയേറിയതാണ്. അപ്പോൾ ആ ഒരു ആത്മാവിനെ നേടുവാൻ നിങ്ങളുടെ കരങ്ങൾ കൊണ്ടോ, നിങ്ങളുടെ ശരീരം കൊണ്ടോ, നിങ്ങളുടെ ബുദ്ധി കൊണ്ടോ, നിങ്ങളുടെ ജ്ഞാനം കൊണ്ടോ, നിങ്ങളുടെ അറിവ് കൊണ്ടോ, നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടോ, നിങ്ങളുടെ ധനം കൊണ്ടോ നിങ്ങൾ സഹായിക്കുമ്പോൾ അത് സ്വർഗത്തിൽ പ്രതിഫലത്തിന് കാരണമാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, കർത്താവ് തന്നെ പറഞ്ഞതാണ്. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും നിങ്ങൾ കുടിപ്പാൻ കൊടുത്താൽ നിങ്ങൾക്ക് അതിന് പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല എന്ന് കർത്താവാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതായത് ദൈവം തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മാത്രം പ്രതിഫലം കിട്ടിയാൽ പോരാ, നിങ്ങൾക്കും പ്രതിഫലം കിട്ടണം. നിങ്ങളെല്ലാവരും സ്വർഗത്തിലെത്തുകയും ഈ സത്യസുവിശേഷത്തിന് പങ്കാളികളായി തീർന്ന് നിങ്ങൾക്കും അതിന് പ്രതിഫലം കിട്ടാൻ വേണ്ടി നിസ്വാർത്ഥമായിട്ടാണ് പറയുന്നത്. ഈ ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ദൈവം പ്രതിഫലം നൽകും. ദൈവം വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവമാണ്, വാക്കുമാറാത്ത ദൈവമാണ്. ദൈവം നിങ്ങളെ അതിന് സഹായിക്കട്ടെ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ നാശകരമായ ജഡത്തിൽ നിന്നും എന്നെ ആർ രക്ഷിക്കും? ക്രിസ്തുവേശു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ആമേൻ. കർത്താവേ, വേഗം വരണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, തിരുനാമത്തിനു മഹത്വം, തിരുനാമത്തിനു മഹത്വം. മാറാനാഥ, മാറാനാഥ, മാറാനാഥ.